100 കൊടുക്കാൻ പറ്റുന്ന കുറെ ആളുകൾ ഉണ്ടാകും, 500 കൊടുക്കാൻ കഴിയുന്നവരുണ്ടാകും, 1000 കൊടുക്കാൻ പറ്റുന്നവരുണ്ടാകും. ചില ഉസ്താദുമാരൊക്കെ എത്ര അവരെ നാട്ടിൽ അവർ SKSF കൊടുക്കണം, അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് കൊടുക്കണം, അവരുടെ മദർസയിൽ ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ വിഹിതം കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ അവരുടെ മഹലിൽ കൊടുക്കണം, ഇങ്ങനെ പല ഐറ്റം കൊടുക്കണം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പല ആളുകളും അൽഹംദുലില്ലാഹ് കൊടുത്തവർ വീണ്ടും വീണ്ടും കൊടുക്കുന്നു. എന്നാൽ ചില ആളുകൾ വളരെ തുലോം തുച്ഛം വരുന്ന ആളുകളെങ്കിലും ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അവരോട് എതിർപ്പൊന്നുമില്ല കേട്ടോ, അവരോട് ദേശീയ വെറുപ്പൊന്നുമില്ല, നമ്മൾ ആരും വെറുക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹ് ഒരുപക്ഷെ അവർക്ക് അങ്ങനെ സൗഭാഗ്യം ഉണ്ടാവൂല. ഈ വലിയ നന്മയിൽ പങ്കാളിയാകാൻ ഒരു ഭാഗ്യം വേണ്ട. 100 കൊടുത്തിട്ട് അത് കൊടുക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കിയാൽ മതി, ആ മനുഷ്യർക്ക് ഈ വലിയൊരു സുഹൃത്തത്തിൽ പങ്കാളിയാകാൻ തൗഫീഖ് ഇല്ലാന്ന് മനസ്സിലായി. വേറെ നമ്മൾ അവരെ ആരും എതിർക്കാൻ പോകണ്ട. നമ്മുടെ രീതിയും അതല്ല. നമുക്ക് എല്ലാവരോടും കൊടുക്കണം എന്ന് പറയാം, അതൊരു വലിയൊരു സേവനമാണ്. ഞാൻ ഒരാൾ ചെന്നിട്ട് നിങ്ങൾ ഈ തഹിയയിലേക്ക് ഒരു 100 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ദൗത്യം, എനിക്ക് അതിന് കൂലിയിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ എന്റെ വാക്കുകൊണ്ട് ഒരാൾ 5 ലക്ഷം കൊടുത്താൽ, ഇപ്പൊ നമ്മുടെ തിരുവിനടുത്തൊരു സഹോദരത്തിൽ ഞാൻ പോയി ഒരു 3 മിനിറ്റ് അദ്ദേഹമായി സംസാരിച്ചു, തഹിയന്റെ വിഷയങ്ങൾ പറഞ്ഞു. 3 മിനിറ്റ്, 4ാമത്തെ മിനിറ്റ് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജാരിയയിലേക്ക് അദ്ദേഹം വലിയൊരു സംഖ്യ നൽകിയ ആളാണ്. എന്നോട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഇൻഷാ അല്ലാഹ് ജാരിയയിലേക്ക് തന്ന അതേ സംഖ്യയിലേക്ക് തരാം. ജാരിയയ്ക്ക് 5 ലക്ഷമാണ്, ഇതിലേക്ക് ഞാൻ 5 ലക്ഷം തരാം, ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളും നടക്കും, വേണമെങ്കിൽ കൂട്ടാന്ന് പറഞ്ഞു. സിമ്പിൾ ആയിട്ട് 3 മിനിറ്റ് കൊണ്ട്